ഒരു വിൻ്റർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വലിയൊരു വ്ളോഗൊന്നുമല്ല. ഇവിടെ സ്നോഫാള് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരു 1 hour കണ്ടിന്യൂസ് ആയി സ്നോ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെയുള്ള അതായത് ഞങ്ങൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ചുറ്റുവട്ടത്തുള്ള മഞ്ഞ് പെയ്തിട്ടുള്ള കാഴ്ചകളായിരിക്കും കേട്ടോ ഇതിനകത്ത് കാണിക്കുന്നത്. വലിയ വ്ളോഗൊന്നുമല്ല, ബട്ട് ഇതിനകത്ത് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ വെൽക്കം ടു എ വിൻ്റർ എപ്പിസോഡ്. ഫസ്റ്റ് ടൈം കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ സ്നോ കാണുന്നത്, അതും ഫ്രഷായിട്ട്. എന്തൊരു ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. ഇത് നോക്കിയേ, ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് ഇതേ നമ്മൾ നടന്നു പോകുന്ന വഴി മൊത്തം ഒരു ഫുൾ വൈറ്റ് കളറായിട്ടോ. ഇതിപ്പം ആക്ച്വലി ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഇപ്പോൾ ഇവിടെ 8 മണിയായി. പക്ഷേ ഇത് വൈറ്റ് കളറായിട്ട് റിഫ്ലക്ഷൻ അടിച്ചിട്ടുണ്ടല്ലോ. ഫുള്ള് വെളിച്ചമാണ് ഇവിടെ. എൻ്റെ മോനെ, ഇത് ആരും പുറത്തധികം ആൾക്കാരൊന്നും അധികം പുറത്തില്ല കേട്ടോ. ആക്ച്വലി ആരും അധികം പുറത്തൊന്നുമില്ല. എല്ലാവരും വേഗം വീട്ടിൽ കയറി ചൂടായിരിക്കുക. പക്ഷേ എനിക്ക് പ്രാന്തമായിട്ട് പുറത്തിറങ്ങിയാണ്. ആദ്യത്തെ സ്നോ കാരണമായിരിക്കാം. ഇത് കണ്ടോ എൻ്റെ മോനെ, ഓരോ വണ്ടികൾ ഇവിടുന്ന് സ്കിഡായി ഇങ്ങനെ പോകുന്ന നോക്കട്ടെ. നേരത്തെ ട്രക്കൊക്കെ അത്യാവശ്യം വണ്ടിയൊക്കെ പതുക്കെ പോകുന്നത്. ഈ നേരത്തെ ഒരു ട്രക്ക് അവിടെ സ്കിഡായി പണി കിട്ടിയെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. വണ്ടി നിൽക്കൂല. ഇത് കണ്ടോ, അതെ അവിടെ ഇത് പൊന്തുന്ന അവിടെയൊക്കെ ഐസായി കിടക്കുകയാണ്. അവിടെയൊക്കെ ഐസായി കിടക്കുന്നത്. ആ ഭാഗത്തൊക്കെ ഐസാണ്, ഇതൊക്കെ ഐസാണ്. ഇവിടെയൊക്കെ ഫ്രോസണായി. ഇവിടെ ഈ വെള്ളം ഇങ്ങനെ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇച്ചിരി ഇത് നിൽക്കുന്നത്. അവിടെയൊക്കെ ഐസായിട്ടോ, മൊത്തം ഐസായി. ഇത്ര പെട്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് വരെ വെള്ളമായി കിടന്ന സാധനമാണ് മൊത്തം ഐസായിട്ടോ. നമ്മൾ വണ്ടിയെടുത്ത് പുറത്തിറങ്ങാൻ ഇരിക്കുന്നതാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് വണ്ടി പോയിട്ടുണ്ടെങ്കിൽ പണി പാടും. എനിക്ക് തോന്നുന്നു മെഞ്ഞാന്ന് സ്നോ ചെയ്തപ്പം വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. പക്ഷേ ഹൈവേയിൽ കയറിയപ്പോൾ വണ്ടി അതെ ഇപ്പം തന്നെ പോയി. ഞാൻ തന്നെ വീഴാൻ പോകുന്നു. അപ്പോൾ വണ്ടിയുടെ കാര്യം നല്ല ചോദിക്കും. ഹൈവേയിൽ പോയപ്പോൾ വണ്ടി സ്കിഡാവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ സൈഡാക്കി. അപ്പോൾ വേറൊരു ലോറി വന്നിട്ട് എന്നെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ലോറിക്ക് അങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ വലിയാണ്, കൺട്രോൾ കിട്ടുന്നില്ല. ഇത് ഞാൻ നടക്കുന്നു നോക്കി, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപർണ വരുന്നില്ല എന്ന് പറഞ്ഞ്, അവൾക്ക് മീറ്റിങ്ങും കാര്യങ്ങളും കൊണ്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. വേറെ ആരും ഒറ്റ മനുഷ്യല്ല. അതെ നോക്കി മോനെ, കിടിലൻ. നോക്ക്, ഫുള്ള് കട്ടമഞ്ഞെന്ന് പറഞ്ഞാൽ കട്ടമഞ്ഞ്. അയ്യോ കിടിലൻ കേട്ടോ. പക്ഷേ നാളെയും കൂടി അവിടെ ഇങ്ങനെ സ്നോഫാൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റന്നാളൊക്കെ
സ്നോ കാണിക്കുന്നില്ല. പക്ഷെ തണുപ്പ് അത് അതേപോലെ ഉണ്ടാവും, പക്ഷേ സ്നോ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു സ്നോ മിക്കവാറും ഒരു 2 ദിവസമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ 2 ദിവസം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ഇത് കാരണം ഞാൻ ഇപ്പം തന്നെ ഇറങ്ങിയ കേട്ടോ. കാരണം ഈ സ്നോവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ ഞാനിത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല. ഞാൻ ആ വീഡിയോ എടുക്കാൻ തുടങ്ങി പുറത്തിറങ്ങിയ സമയത്ത് ഇച്ചിരി ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ റൂമിൽ കയറി ഇങ്ങനെ കിടക്കുക ഞാൻ. അപ്പോൾ പിന്നെയും പെയ്യുന്നത് സ്നോ. അപ്പോൾ പിന്നെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തിറങ്ങിയ കേട്ടോ. ഞാനിപ്പോൾ നടന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട് ഗേറ്റ് വഴി ഇറങ്ങി ബാക്ക് ഗേറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്നില്ല, കുറേ ദൂരം അങ്ങോട്ട് നടന്നു പോകുന്നില്ല. കാരണം ഇവിടെ വിൻ്റർ സ്റ്റോമിൻ്റെ അലേർട്ട് ഉണ്ട്. അതെങ്ങാൻ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ കണക്കായിരിക്കും. ഞാനിപ്പോൾ അതേ കൈയൊക്കെ തണുപ്പായതുകൊണ്ട് ഇത് കണ്ടോ, ഇതുപോലത്തെ പാക്കറ്റുകൾ കിട്ടും. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ഡെക്കത്ലോണാണ്. നാട്ടിൽ പോയപ്പം ഡെക്കത്ലോണിലാണ് കാണുന്നത്. അതായത് മറ്റേ ഹിമാചലിൽ വിൻ്റർ ടെക്കിന് പോയപ്പോൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാനത് വാങ്ങിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലൗവിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈ തണുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അത്യാവശ്യം ചൂടുണ്ട്. ഇത് പൊട്ടിച്ച് ഷേക്ക് ചെയ്ത് കൈ പിടിച്ചാൽ മതി. എൻ്റെ അമ്മ പേടിച്ചു ഞാൻ. ഒരു കാറ് പോകുന്നുണ്ടോ, സ്കിഡായി അവിടുന്ന് സ്കിഡായിട്ടാ. കണ്ട അത് കണ്ട. പതുക്കെ ബ്രേക്ക് ചെയ്താൽ പോയി. അങ്ങനെയാകാതെ അതെ, ആരും പുറത്തില്ല. ഇത് കണ്ട, ചുറ്റുവട്ടത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ മനുഷ്യൻ പുറത്തില്ല. പുറത്തു കൂടി നടക്കുന്നത് ഞാൻ മാത്രം. എന്തിൻ്റെ ഏടാ വട്ട്, അല്ലാണ്ട് മോനെ കിടിലൻ എന്ന് പറഞ്ഞാൽ വീടൊക്കെ നോക്ക്. ഓ, എന്തൊരു രസാ നോക്കിയേ. നിങ്ങൾക്ക് ഫസ്റ്റ് USA വ്ളോഗ് കണ്ടവർക്ക് അറിയാം. അതെ, ഇത് നമ്മൾ ഇതിലേ ഇറങ്ങി വന്ന് അതിലേ അങ്ങോട്ട് നടന്നു പോയ സ്ഥലം. ആ സ്ഥലം കേട്ടോ. അതൊക്കെ ഫുള്ള് മഞ്ഞിൽ മൂടി കിടക്കുക കേട്ടോ. വണ്ടികളൊക്കെ കുറവാണ്. വണ്ടികളൊക്കെ എല്ലാവരും കയറി. ഇനിയിപ്പം സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്നോ അത്യാവശ്യം നല്ല ലെവലിൽ കയറും. ഓക്കെ, പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയിലാണ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ തിരിച്ച് നടക്കാം കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇനി അങ്ങോട്ട് നാളെ നമുക്ക് പോയി നോക്കാം. ഇന്ന് ഞാൻ പോകുന്നില്ല, കുറേ ലേറ്റായി. ഇപ്പോൾ 8 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകുന്നില്ല. പേടിയോണ്ട് തന്നെയാണ്. അന്നാമത് അറിയാത്ത സ്ഥലം. എവിടെയും പോയി എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. അത് ഈ സ്നോത്താണ്, ഒറ്റ മനുഷ്യൻ പുറത്തുണ്ടാവില്ല. വെറുതെ ഇതിൻ്റെ പണിയാവുന്നത്. കിട്ടുന്നതേ ഫ്ലേക്സ് ആട്ടോ വീഴുന്നേ. ഇങ്ങനെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റൂ. ഇങ്ങനെ കറക്റ്റ് ആ ഷേപ്പില്ലേ, നമ്മൾ ഇമോജിക്ക് ഇടൂലേ, ആ ഷേപ്പിൽ. പണ്ടാലും പേടി, ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാവുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു ജാക്കറ്റ് ഇടുമ്പോൾ ഈ വ്യൂ മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ തോന്നില്ല. ആ സൈഡിൽ നിന്നൊക്കെ പെട്ടെന്ന് ഈ സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാവും. നേരത്തെ അതേ കാറ് വന്ന് സ്കിഡായപ്പോൾ ഞാൻ പേടിച്ചു പോയി. കിടിലൻ മക്കളെ, കിടിലൻ. ഇനി നാളെ ആയിക്കോട്ടോ യുവമാർ വന്നിട്ട് മൊത്തം ഉപ്പിടുക ഇവിടെയൊക്കെ. അപ്പോൾ കുറേ വണ്ടി, ഞാൻ എന്താ അറിയോ, ഇപ്പം തന്നെ ചാടിക്കയറി പുറപ്പെട്ട് വന്ന എന്താ അറിയോ, നാളെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് വണ്ടികൾ പോകുന്നുണ്ട്. നാളെ ആയിട്ട് ചറവറ വണ്ടിയൊക്കെ പോയിട്ട് ഈ കിടക്കുന്ന ഈ പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന സ്നോ മൊത്തം അലമ്പാവും. അപ്പോൾ എന്തിനാ നമ്മൾ വെറുതെ അങ്ങനെ ആക്കുന്നേ, അത് ചേച്ചിങ്ങനെ പോകുന്ന കേട്ടോ. വിൻ്റർ അടുത്ത കൊല്ലം ഉണ്ടാകുമല്ലോ. ചിലപ്പോൾ അടുത്ത കൊല്ലം ഈ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണുമല്ലോ കേട്ടോ. ചിലപ്പോൾ ഇത് ആദ്യത്തെ ഇങ്ങനൊരു വിൻ്ററിൻ്റെ തുടക്കം തന്നെ കിട്ടുന്നത് ആദ്യമായിട്ടാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ബൈക്ക് റൈഡൊക്കെ പോകുന്ന ആൾക്കാർ, ഞാൻ കുറേ കണ്ടിട്ടുണ്ട് വീഡിയോ. സ്പിത്തിയിലൊക്കെ പോകുന്ന ആൾക്കാർ പോയിട്ട് പെന്നടിച്ച് വീഴുന്നൊക്കെ. ഈ എന്ത് റിസ്ക് ആയിന്ന് അറിയോ. വണ്ടിയൊക്കെ ഫുള്ള് മൂടി. ഇനിയിപ്പോൾ നാളെ വണ്ടി എടുക്കണമെന്നാണെങ്കിൽ ഉള്ളിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ഡീഫ്രോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം കുറച്ച് നേരം. പുകയൊക്കെ പോകുന്നുണ്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു വിൻ്റർ. മൊത്തം മരം ഹാപ്പിനെസ് അതാണ്.
Chillo, come. No problem. I love dogs. What's his name? Daphne. Hey, come. She loves this now. Yeah. Very distracted at the moment. Okay, bye. Enjoy. Yeah, you too. അവസാനം അപർണ പുറത്തേക്ക് ഇറങ്ങിട്ടോ ഗൈസ്. അവിടെ നിന്നിട്ടേ സ്നോയിൽ കളിക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങി. തണുപ്പുണ്ടോ? ഇപ്പോൾ ഒന്നും കൂടി മൊത്തം സ്നോ ആയിട്ട് നല്ല അടിക്കനത്തൊരു ഇപ്പോൾ സ്നോ ഉണ്ട്. നേരം വെളുത്ത മാതിരി ലൈറ്റ് ഇതാവുന്നില്ല. ഇപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 8 മണി എന്നുള്ളത്. ഞാൻ ഏകദേശം ചുറ്റി കളിച്ച് ഇപ്പോൾ സമയം 10 മണിയായിട്ടോ. 10 മണി വരെ ഞാൻ പുറത്തായിരുന്നു. ഇവളുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് അവൾ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അതാ അവരെ നമ്മളുണ്ടാക്കിയ സ്നോമാനെ കാണിച്ചു കൊടുക്കൂ. സ്നോമാൻ ആണോ അതോ ഹാലോവിൻ്റെ വേറെ എന്തെങ്കിലും ആണോ? അയ്യോ, സൈഡായിട്ടോ സ്നോമാൻ ഉണ്ടാക്കാൻ ഉരുട്ടി സൈഡായി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ വലിയ വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചതേ ഇല്ല, പക്ഷേ ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ.